ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാവർക്കും അനുഗ്രഹീതമായ നല്ല ഒരു പ്രഭാതം ആശംസിക്കുന്നു. തീരം ഡെയിലി ബൈബിൾ മെഡിറ്റേഷൻ എന്ന ഈ പ്രഭാത തിരുവചന വായനയിലേക്ക് നിങ്ങളെല്ലാവരെയും ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്നത്തെ ദൈവവചനം ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാനും പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തട്ടെ. കരുണാനിധിയായ സ്വർഗസ്ഥ പിതാവാം ദൈവമേ, കർത്താവേ, ഈ പുതിയ പ്രഭാതത്തിനും ഞങ്ങൾക്ക് അവിടുന്ന് ദാനമായി തന്ന ഞങ്ങളുടെ ജീവനും കൃപയ്ക്കും അങ്ങേക്കു ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്നത്തെ തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങളെ ഉണർത്തുകയും സത്യത്തിൻ്റെ വഴിയിൽ നടക്കുവാൻ ഞങ്ങൾക്ക് ധൈര്യം നൽകുകയും ചെയ്യണമേ. പാപത്തെ തിരിച്ചറിയുവാനും അതിൽ നിന്ന് അകന്നു നിൽക്കുവാനും അങ്ങയുടെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. ഞങ്ങളുടെ ജീവിതം അങ്ങയെ മഹത്വപ്പെടുത്തുന്ന വിശുദ്ധ യാഗമാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. ഇന്നത്തെ നമ്മുടെ അനുദിന പ്രഭാത തിരുവചന വായനാധ്യാനം പുറപ്പാട് പുസ്തകം 32-ാം അധ്യായം 15 മുതൽ 27 വരെയുള്ള തിരുവചന ഭാഗമാണ്. മോശ തിരിഞ്ഞ് പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി. സാക്ഷ്യത്തിൻ്റെ പലക രണ്ടും അവൻ്റെ കയ്യിലുണ്ടായിരുന്നു. പലക ഇപ്പുറവും അപ്പുറവുമായി ഇരുവശത്തും എഴുതിയതായിരുന്നു. പലക ദൈവത്തിൻ്റെ പണിയും പലകയിൽ പതിഞ്ഞ എഴുത്ത് ദൈവത്തിൻ്റെ എഴുത്തുമായിരുന്നു. ജനം ആർത്തു വിളിക്കുന്ന ഘോഷം യോശുവ കേട്ടപ്പോൾ അവൻ മോശയോട്, പാളയത്തിൽ യുദ്ധഘോഷമുണ്ട് എന്ന് പറഞ്ഞു. അതിനവൻ, ജയിച്ച് ആർക്കുന്നവരുടെ ഘോഷമല്ല, തോറ്റു നിലവിളിക്കുന്നവരുടെ നിലവിളിയുമല്ല, പ്രതിഗാനം ചെയ്യുന്നവരുടെ ഘോഷമത്രേ ഞാൻ കേൾക്കുന്നത് എന്ന് പറഞ്ഞു. അവൻ പാളയത്തിന് സമീപിച്ചപ്പോൾ കാളക്കുട്ടിയെയും നൃത്തങ്ങളെയും കണ്ടു. അപ്പോൾ മോശയുടെ കോപം ജ്വലിച്ചു. അവൻ പലകകളെ കയ്യിൽ നിന്ന് എറിഞ്ഞ് പർവ്വതത്തിൻ്റെ അടിവാരത്തിങ്കൽ വെച്ച് പൊട്ടിച്ചു കളഞ്ഞു. അവർ ഉണ്ടാക്കിയിരുന്ന കാളക്കുട്ടിയെ അവൻ എടുത്ത് തീയിലിട്ടു, ചുട്ട് അരച്ച് പൊടിയാക്കി വെള്ളത്തിൽ വിതറി ഇസ്രായേൽ മക്കളെ കുടിപ്പിച്ചു. മോശ അഹരോനോട്, ഈ ജനത്തിന്മേൽ ഇത്ര വലിയ പാപം വരുത്തുവാൻ അവർ നിന്നോട് എന്തു ചെയ്തു എന്ന് ചോദിച്ചു. അതിന് അഹരോൻ പറഞ്ഞത്, യജമാനന്റെ കോപം ജ്വലിക്കരുതേ. ഈ ജനം ദോഷത്തിലേക്ക് ചാഞ്ഞിരിക്കുന്നതെന്ന് നീ അറിയുന്നുവല്ലോ. ഞങ്ങൾക്ക് മുൻപായി നടക്കേണ്ടതിന് ഒരു ദൈവത്തെ ഉണ്ടാക്കി തരണം. ഞങ്ങളെ മിസ്രയീം ദേശത്തു നിന്ന് കൊണ്ടുവന്ന പുരുഷനായ ഈ മോശയ്ക്ക് എന്തു ഭവിച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ലല്ലോ എന്ന് അവർ എന്നോട് പറഞ്ഞു. ഞാൻ അവരോട്, പൊന്നുള്ളവർ അത് പറിച്ചെടുക്കട്ടെ എന്നു പറഞ്ഞു. അത് അവർ എൻ്റെ പക്കൽ തന്നു. ഞാൻ അത് തീയിലിട്ടു. ഈ കാളക്കുട്ടി പുറത്തു വന്നു. അവരുടെ വിരോധികൾക്ക് മുൻപാകെ അവർ ഹാസ്യമാകത്തക്കവണ്ണം അഹരോൻ അവരെ അഴിച്ചു വിട്ടുകളകിയാൽ ജനം കെട്ടഴിഞ്ഞവരായി എന്ന് കണ്ടിട്ട് മോശ പാളയത്തിൻ്റെ വാതിക്കൽ നിന്നുകൊണ്ട്, യഹോവയുടെ പക്ഷത്തുള്ളവർ എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞു. അപ്പോൾ ലേവ്യർ എല്ലാവരും അവൻ്റെ അടുക്കൽ വന്നുകൂടി. അവർ അവനോട്, നിങ്ങൾ ഓരോരുത്തൻ താൻ്റെ വാൾ അരയ്ക്ക് കെട്ടി പാളയത്തിൽ കൂടി വാതിൽ തോറും കടന്ന് ഓരോരുത്തൻ താൻ്റെ സഹോദരനെയും താൻ്റെ സ്നേഹിതനെയും താൻ്റെ കൂട്ടുകാരനെയും കൊന്നുകളയുവീൻ എന്നിങ്ങനെ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. ആമേൻ, ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ഇന്നത്തെ ഈ തിരുവചനത്തിൽ മോശ ദൈവം തന്ന 2 കൽപ്പലകകളുമായി പർവ്വതത്തിൽ നിന്ന് ഇറങ്ങി വരുന്നു. എന്നാൽ താഴെ കണ്ടത് അതിദുഃഖകരമായ ഒരു കാഴ്ചയായിരുന്നു. ദൈവം അത്ഭുതങ്ങളിലൂടെ സംരക്ഷിച്ച ജനങ്ങൾ സ്വർണ്ണ കാളക്കുട്ടിയെ ആരാധിക്കുകയും ആഘോഷിക്കുകയും ചെയ്യുകയായിരുന്നു. ഈ കാഴ്ച കണ്ടപ്പോൾ മോശ ദൈവത്തോടുള്ള തീക്ഷ്ണമായ സ്നേഹത്താൽ തന്നിൽ നിറഞ്ഞ കോപത്തിൽ കൽപ്പലകകൾ
തകർത്തു കളയുകയാണ്. ഇത് ദൈവവചനം ലംഘിക്കപ്പെട്ടതിൻ്റെ ഗുരുത്വം വെളിപ്പെടുത്തുന്നു. പിന്നീട് മോശ വിഗ്രഹം പൊടിച്ച് വെള്ളത്തിൽ കലക്കി ജനങ്ങളെ കുടിപ്പിച്ചു. പാപത്തിൻ്റെ ഫലം എത്ര കയ്പുള്ളതാണെന്ന് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നു. ശേഷം മോശ ചോദിച്ചു, ആരാണ് കർത്താവിൻ്റെ പക്ഷത്തുള്ളത്? ഈ ചോദ്യം ഇന്നും നമ്മുടെ ഹൃദയങ്ങളോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ലോകത്തിൻ്റെ പ്രലോഭനങ്ങളുടെയും ദൈവത്തിൻ്റെ വഴിയുടെയും ഇടയിൽ നാം ഏത് തിരഞ്ഞെടുക്കുന്നു? ക്രിസ്തീയ ജീവിതം ഒരു ഞായറാഴ്ചയിലെ വിശുദ്ധ ആരാധന മാത്രമല്ല, ഓരോ ദിവസവും ദൈവത്തിൻ്റെ പക്ഷത്ത് നിൽക്കുവാനുള്ള ഒരു വലിയ ഉറച്ച തീരുമാനമാണ്. ഇന്ന് നമ്മുടെ ജീവിതത്തിലും ചില സ്വർണ്ണ കാളക്കുട്ടികൾ ഉണ്ടാവാം. അവ പണം, അഹങ്കാരം, സ്വാർത്ഥത, ലഹരികൾ അല്ലെങ്കിൽ ദൈവത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം നൽകുന്ന എന്തും അത് നമ്മുടെ ജീവിതത്തിലും ഇന്ന് സ്വർണ്ണ കാളക്കുട്ടികൾ തന്നെയാണ്. ഈ വചനം നമ്മെ വിളിക്കുന്നത് പാപത്തോട് വിട്ടുവീഴ്ച ചെയ്യാതെ ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാൻ ഉള്ള ഒരു തിരുവചന ഭാഗമാണ്. ഇന്ന് നമുക്ക് സ്വയം നമ്മോട് തന്നെ ഒന്ന് ചോദിക്കാം, ഞാൻ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ പക്ഷത്താണോ? എൻ്റെ ജീവിതത്തിൽ ദൈവത്തേക്കാൾ പ്രാധാന്യം നേടിയ മറ്റെന്തെങ്കിലുമുണ്ടോ? പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധ ജീവിതം നയിക്കുവാൻ ഞാൻ തയ്യാറാണോ? ദൈവം ഇന്നും നമ്മെ തൻ്റെ പക്ഷത്തിലേക്ക് വിളിക്കുകയാണ്. അവിടുത്തെ വിളിക്ക് അതേ എന്നുത്തരം പറയുന്ന ഒരു ജീവിതമാണ് യഥാർത്ഥ അനുഗ്രഹീതമായ ക്രിസ്തീയ ജീവിതം. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹപിതാവായ ദൈവമേ, ഇന്നത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പരിശോധിച്ചതിന് ഞങ്ങൾ നിന്നോട് നന്ദി പറയുന്നു. അങ്ങയിൽ നിന്ന് അകറ്റുന്ന എല്ലാ പാപങ്ങളെയും പ്രലോഭനങ്ങളെയും ഉപേക്ഷിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് ശക്തി നൽകണമേ. എല്ലാ സാഹചര്യങ്ങളിലും അങ്ങയുടെ പക്ഷത്തുറച്ചു നിൽക്കുന്ന ഒരു വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ സഭയെയും ഞങ്ങളുടെ സമൂഹത്തെയും ഞങ്ങളുടെ രാജ്യത്തെയും പ്രകൃതിക്ഷോഭങ്ങളാലൊക്കെ വലയുന്ന ആളുകളെയും എല്ലാ ജനങ്ങളെയും തമ്പുരാനെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. രോഗികൾക്ക് സൗഖ്യവും ദുഃഖിതർക്ക് ആശ്വാസവും നിരാശയിലായിരിക്കുന്നവർക്ക് പ്രത്യാശയും നൽകണമേ. ഈ ദിവസം മുഴുവൻ അങ്ങയുടെ സാന്നിധ്യത്തിൽ ഞങ്ങളെ അവിടുന്ന് നയിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളെ നയിക്കട്ടെ. പാപത്തെ ജയിക്കുവാനും ദൈവത്തോടുള്ള വിശ്വസ്തതയിൽ ഉറച്ചു നിൽക്കുവാനും നമ്മുടെ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും സമൃദ്ധമായി വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.